HD ദൃശ്യ മികവോടെ. എന്താ രാവിലെ തന്നെ ഇവിടെയാണല്ലോ കളി കാണുന്നത്. തലവേദന എടുക്കുന്നു. പോയി ഒരു ചായ ഇട്ടുകൊണ്ടുവാ. കൃഷ്ണേട്ട, നിങ്ങളോടല്ല അമൃതേ, നീ പോയി ചായ ഇട്. ഇങ്ങനൊരു കഷ്ടകാലമാണല്ലോ എനിക്കും എൻ്റെ മോനും വന്നത്. പ്രൊഫസർ ഊർമിള, രാവിലെ തന്നെ മുളയാണല്ലോ. മിണ്ടാതില്ല. എന്റെ കണ്ണു, നീ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കും? നീ എന്താണ് പിറുപിറുക്കുന്നത്? എത്രയോ പെൺകുട്ടികളുടെ ആലോചന വന്നതാണ്. എന്നിട്ടും എന്തിനാണ് സൂര്യക്ക് നിന്നെ മതി എന്ന് പറഞ്ഞത്? അമ്മേ, ഞാൻ ബേക്കറിയിൽ പോയിട്ട് വരാം അമ്മേ. അച്ഛാ, അനുഗ്രഹിക്കണം. എന്തായി വന്നു? എന്തായി വരാം? അച്ഛനുള്ള മരുന്ന് വാങ്ങാൻ മറന്നല്ലേ മോനെ? തീർച്ചയായും വാങ്ങാം അമ്മേ. ഞാൻ ചോദിച്ചു വരാം. പ്രൊഫസർ സൂരജ്, പഞ്ചാര ഇവിടെ വേണ്ട, ബേക്കറിയിൽ മതി. അതൊന്നുമില്ല മോനെ, അവളുടെ കാര്യം അമ്മ നോക്കിക്കോളാം. മോൻ ബേക്കറിയിലോട്ട് ചെല്ലും. ഒരു ചായ എടുക്കും. എന്റെ കണ്ണു, നീ എന്തിനാ എന്നെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? അമൃതയുടെ കരച്ചിൽ ഇനി എത്ര എപ്പിസോഡുകൾ വരെ? ഊർമിള ദേവി അമൃതയെ സ്വീകരിക്കുമോ? കരഞ്ഞു കഴിഞ്ഞ് ചായ ഇടാൻ അമൃതയ്ക്ക് സമയം കിട്ടുമോ? തുടർന്ന് കാണുക തിങ്കൾ മുതൽ വെള്ളി വരെ കൃഷ്ണലീല, നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ HD ദൃശ്യ മികവോടെ. ഇത്ര വൃത്തികെട്ട ചായ ഞാൻ എൻ്റെ ജന്മത്തിൽ കുടിച്ചിട്ടില്ല. നിങ്ങൾക്കൊന്നും വീട്ടിൽ കഴിപ്പിച്ചിട്ടില്ലേ? എൻ്റെ കൃഷ്ണേട്ടൻ ഉണ്ടാക്കും ഇതിലും നല്ല ചായ. അയ്യോ അമ്മ, ഓർക്കണം, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. ഇനി ഞാൻ ക്ഷമിക്കില്ല. ഇനി നിനക്ക് പണിഷ്മെന്റ്. ഇനി 2 ദിവസത്തേക്ക് ഈ വീട്ടിലെ എല്ലാ ആഭരണങ്ങളും വേണം നീ നടക്കാം. അതിട്ട് വേണം ജോലി ചെയ്യാനും കിടന്നുറങ്ങാനും. എന്റെ ഗുരുവായൂരപ്പ, നീ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ചേച്ചി, സുഖം എത്തിട്ടാ. ഇതാരും സുഖോ? എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം. ചേച്ചി പറഞ്ഞ കാര്യം സുഖ ചെയ്യാതിരുന്നിട്ടുണ്ടോ? വെമ്പിള്ളാര് ക്യൂവായിട്ട് നിൽക്കുന്നുണ്ടാ. ഇവിടുത്തെ ചെക്കന്മാർക്ക് എന്നാ ഡിമാൻഡാണ്. ശരിയാ. എന്താ പരിപാടി? മോനെ ശിവ, അമ്മ നിനക്ക് കല്യാണം ആലോചിക്കുക. നിനക്കും വേണ്ടേ ഒരു കൂട്ട്? ഞാൻ പറഞ്ഞത്, സാവിത്രി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയതിനു ശേഷം മറ്റൊരു പെണ്ണുമില്ല. എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്, എനിക്കത് നേടണം. ഞാൻ പോകുക. ഇവനെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അതെന്തെങ്കിലും ആവട്ടെ. നീ ആ കുട്ടികളെ കാണിക്കും. സുന്ദരികളായ കുട്ടികൾ. സുഖു, ഈ കുട്ടി മതി. ഇവൾ മതി എന്റെ മരുമകളാണ്. അയ്യോ ചേച്ചി, എന്റെ മോളാണ്. വർഷയോ? അവൾ ഇത്ര വലുതായോ? ഇത്ര നല്ലൊരു പെൺകുട്ടി നിന്റെ വീട്ടിലുണ്ടായിട്ടാണോ സുഖു നമ്മൾ പുറത്തൊക്കെ നോക്കിയത്? ചേച്ചി, അവൾക്ക് പഠിപ്പും വിവരമുണ്ട്. അല്ലാണ്ട് ഇവനെ പോലെ ഒറ്റ ബുദ്ധിയൊന്നുമല്ല. എന്റെ സുഖു, നീ ഒന്ന് കേൾക്ക്. സ്ത്രീധനത്തിന്റെ പകുതി നീ തന്നാ മതി. സ്വത്തിന്റെ പകുതിയിൽ കൂടുതൽ ഞാൻ അവൾക്ക് എഴുതി കൊടുക്കില്ലേ? നീ
നീ ഒന്ന് ആലോചിച്ച് നോക്കെന്റെ സുഖു. ഊർമിളയുടെയും സുഖുവിന്റെയും പദ്ധതികൾ വിജയിക്കുമോ? കല്യാണം വേണ്ട എന്ന ശിവന്റെ തീരുമാനം മാറുമോ? തുടർന്ന് കാണുക കൃഷ്ണലീല. തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ HD ദൃശ്യമികവോടെ. കൃഷ്ണേട്ടാ, ഇത് ഞാൻ അവർക്ക് കൊടുത്ത പണിഷ്മെന്റ് ആണ്. ഇതിൽ നിങ്ങൾ ഇടപെടണ്ട കേട്ടോ. നീ കണ്ടോ, ഞാനൊരു മുത്തച്ഛനാ പോവാ. എന്തൊക്കെ ചെയ്തിട്ടും അവരുടെ സ്നേഹത്തിന് മുന്നിൽ നീ തോറ്റു. ഇനി എനിക്കൊന്നും നോക്കാനില്ല. അച്ഛനൊരു മുത്തച്ഛനാ പോവാ. അമ്മേ, അച്ഛൻ പറയും ഞാനൊരു അച്ഛനാവാൻ പോകുന്നു. എന്താ നോക്കുക, എനിക്കൊന്നും മനസ്സിലാവും. ഓ, അത് അങ്ങനെ ഒരു പൊട്ടൻ. ആ, അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു വാർത്ത പറയാനുണ്ട്. എന്ത് വാർത്ത? എന്റെ ഇളയ മകൻ ശിവന്റെയും ഈ നിൽക്കുന്ന സുഖുവിന്റെയും വർഷയുടെയും കല്യാണം ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. കൃഷ്ണേട്ടാ, പറ്റില്ല. അമ്മേ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ജീവിതത്തിൽ കല്യാണമില്ല. ഇത് സത്യം, സത്യം, സത്യം. ശിവേട്ടാ, മോനെ, നിന്റെ കളിക്കൂട്ടുകാരി വർഷയെ മറന്നു. ഈ മരിച്ചവന്റെ ഒരു കാര്യം. ഒന്ന് പോവാച്ച. ഈ സന്തോഷം ഇപ്പോൾ മാത്രം ഊർമിള ദേവി. നീ പണ്ട് എൻ്റെ അമ്മയോട് ചെയ്യുന്നതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഈ കുടുംബം ഞാൻ കൊള്ളത്തോളൂ. കൃഷ്ണ, ഇവനെ എന്ത് പറ്റിയടാ? അച്ഛാ, ഞാനിതെങ്ങനെ ഊർമിളയോട് പറയും? നീ എന്നോട് പറയടാ. അച്ഛാ, ഈ കുടുംബത്തിലേക്ക് വരുന്ന പുതിയ മരുമകൾ വർഷ, അവളെന്റെ മകളാണ് അച്ഛാ. കൃഷ്ണ, അപ്പോൾ നീ ഓർക്കണമായിരുന്നു കൃഷ്ണ. അതിർത്തിയിൽ വെക്കുന്ന ഓരോ വെടിക്കും കത്തിക്കും